പലപ്പോഴും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കുമൊക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകുന്നവരാണ് നമ്മളിൽ പലരും. നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും മറ്റുള്ളവരുടെ പേരിൽ ബുക്കിംഗിനായി നിങ്ങളുടെ സ്വകാര്യ ഐഡി ഉപയോഗിക്കുന്നത് ഇനി പണി കിട്ടാൻ ഇടയാക്കും. അത്തരം സഹായങ്ങൾക്ക് 10,000 രൂപ വരെ നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടാതിരിക്കാൻ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. റെയിൽവേ നിയമത്തിലെ 143 വകുപ്പ് അനുസരിച്ച് ഔദ്യോഗികമായി നിയോഗിക്കപ്പെട്ട ഏജന്റുമാർക്ക് മാത്രമേ മറ്റൊരാൾക്കായി ബുക്കിംഗ് നടത്താൻ അധികാരമുള്ളൂ. ഈ നിയമം ലംഘിക്കുന്നത് 3 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടിവരും. എന്നാൽ IRCTC ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തുകയോ വാർത്ത സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വ്യക്തികൾക്ക് വ്യക്തിഗത ഐഡി ഉപയോഗിച്ച് രക്തബന്ധങ്ങൾക്കോ അതേ കുടുംബപ്പേരുള്ളവർക്കും മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയൂ എന്നാണ് പുതിയ നിയമം പറയുന്നത്. സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ വേണ്ടിയുള്ള ബുക്കിംഗിന് 10,000 രൂപ പിഴയായി ഈടാക്കാം. 10,000 അല്ലെങ്കിൽ 3 വർഷം വരെ തടവ്, അല്ലെങ്കിൽ രണ്ടും. ടിക്കറ്റ് റിസർവേഷനിൽ ദുരുപയോഗം തടയാനും സുതാര്യത ഉറപ്പാക്കാനുമാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത്. ഈ നിയമം ലംഘിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. AC ടിക്കറ്റുകൾക്കുള്ള തത്കാൽ ബുക്കിംഗ് രാവിലെ 10 മണിക്കും non-AC ടിക്കറ്റുകൾക്ക് രാവിലെ 11 മണിക്കുമാണ് ആരംഭിക്കുക. IRCTC ഐഡി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപയോക്താക്കൾക്ക് പ്രതിമാസം 24 ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാൻ കഴിയും. അതേസമയം ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് 12 ടിക്കറ്റുകളാണ് പരിധി.